ഏകദേശം 60,000 തായ്വാത്ത് ഫൈനും അതുപോലെ തന്നെ 3 വർഷം തടവുമാണ് അവർ പറയുന്നത്. അതായത് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മെയിൻലി ടൂറിസ്റ്റ് വിസയിൽ. എനിക്ക് വന്ന മെയിൻ കോമൺ ക്വസ്റ്റ്യൻ, ചേട്ടാ ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടെ, എങ്ങനെയാണ് നിങ്ങളിവിടെ ജോലി അന്വേഷിച്ച് കിട്ടിയത്? അതിനൊറ്റ ഉത്തരേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഇവിടെ എന്ത് ജോലിക്കാണ് കൂടുതൽ സാധ്യതകൾ, എന്ത് ജോലിയാണ് നമുക്ക് ഇന്ത്യൻസിന് ഇവിടെ ചെയ്യാൻ പറ്റിയ ജോലികൾ. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ചേട്ടാ മെഡിക്കൽ ഫീൽഡിലൂടെ വേക്കൻസി ഉണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നമുക്കിവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട്, നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഏകദേശം ഒരു 1.5 മാസത്തോളമായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഒരുപാട് നാളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് മാത്രമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മാസം മുമ്പ് നമ്മുടെ ചാനൽ ഞാൻ മൈ ജോബ് ഇൻ തായ്ലാൻഡ് എന്നിട്ട് 2 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ അത് ഷോർട്സ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് റീൽസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. അതായത് ഇവിടെ എങ്ങനെയാണ് ജോലി കിട്ടിയത്, ഇവിടെ വരാൻ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ വരാനുള്ള വിസ പ്രോസസ്സൊക്കെ എന്താണ്, അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നമുക്ക് ജോബ് സെർച്ച് ചെയ്തിട്ട് ജോബ് വിസയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ നമുക്കിവിടെ എക്സ്പെൻസ് ഒക്കെ എത്ര വരുന്നുണ്ട്, ഒരു ബേസിക് സാലറി ഒക്കെ എത്രയാണ് വരുന്നത്, അങ്ങനെ ഒരുപാട് കോമൺ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നായിരുന്നു. അപ്പം ഞാൻ കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. അപ്പോൾ പക്ഷേ എനിക്ക് ഡെയിലി വരുന്ന മെസ്സേജസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാനൊരു 12 മണിക്കൂർ ഡ്യൂട്ടി പാറ്റേണിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് അധികം പേർക്കും റിപ്ലൈ കൊടുക്കുക. കുറേ പേർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. ഇപ്പം കുറേ പേര് എന്നോട് ചോദിച്ചു, അതായത് നിങ്ങൾ ഇതുപോലെ മെസ്സേജ് ചെയ്തതിന് പകരം നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് തരാൻ പറ്റുമോ, അതായത് ഇവിടെ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ വിസേൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, വിസയ്ക്ക് എത്ര റേറ്റ് വരുന്നുണ്ട്, അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിവിടെ ജോലി സാധ്യതകൾ, അപ്പോൾ അതിനെല്ലാം പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇട്ടു, ഒരു മൂന്നാമതൊരു വീഡിയോ ഇട്ടു. അതായത് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, എന്തൊക്കെ ജോലിനെ പറ്റിയിട്ടാണ് അറിയേണ്ടതെന്ന് വെച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് പേര് എനിക്ക് കമൻറ്റ് വന്നിട്ടുള്ളൂ, പക്ഷേ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം, എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ നിന്നുകൊണ്ട് വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമുക്കൊരു ചെറിയ റൈഡ് പോകാം. അപ്പോൾ നമ്മൾ ബൈക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, എവിടെയും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഞാനിവിടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ വിശദീകരിച്ച് തരാം. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവില്ലായിരിക്കും. നിങ്ങൾ കമൻറ്റ്, ഞാൻ വീണ്ടും അതൊക്കെ വായിച്ചിട്ട് ഒരു സെക്കൻഡ് പാർട്ട് പോലെ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് പതുക്കെ പുറത്തു പോവാം. അപ്പം എന്തുകൊണ്ടാണ് പുറത്ത് പോയിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ നേരം നമ്മൾ നിർന്ന് വർത്തമാനം പറയുമ്പം നിങ്ങൾക്ക് കാണാനൊരു ബോറടി ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വന്ന മെയിൻ കോമൺ ക്വസ്റ്റ്യൻ, ചേട്ടാ ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടെ, എങ്ങനെയാണ് നിങ്ങളിവിടെ ജോലി അന്വേഷിച്ച് കിട്ടിയത്? അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, ജിബിൻ കുബാളിയോ, എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ 2016 ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. ഞാൻ അന്നേരം 2015 എനിക്കൊന്ന് 2015 ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ. ഞാനന്നേരം 2015 ഞാനന്നേരം ദുബായിൽ അൽ റാഷിദിയയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ദുബായിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ എത്തിപ്പെട്ടൊരു കമ്പനി എന്ന് പറഞ്ഞാൽ അത്ര വളരെ ഒരു മോശം ചുറ്റുപാടായിരുന്നു അവിടെ. അതായത് ഞാൻ പഠിച്ച ജോലിയും ഞാൻ അവിടെ എത്തിപ്പെട്ട കമ്പനിയിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ 2 വർഷം അതായത് എൻ്റെ ഒരു വിസ കംപ്ലീറ്റ് ചെയ്ത അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവനിവിടെ ജോലി കിട്ടിയത് 2015 അവനിവിടെ വന്നു. അപ്പോൾ അവനെയും കൊണ്ടുവന്നത് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടാണ്, നിറോഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ രണ്ടാളാണ് ഇവിടെ ആദ്യം വന്നത്. അപ്പോൾ അവന്മാർ വന്നതിന് ശേഷം ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി. അതിൻ്റെ ഇടയിൽ ഞാനൊരു 1 വർഷത്തിനടുത്ത് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഇങ്ങോട്ടേക്കുള്ള ആ ഒരു എൻട്രി, അതായത് അവരുടെ ആ ഒരു റെഫറൻസ് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇവിടെ വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസാണ്. അതായത് ഇവിടെ നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, അതായത് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നമുക്ക് ജോബ് ഹണ്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് തന്നെയാണ്. അതായത് നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നമുക്കിവിടെ ജോബ് സെർച്ച് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ ജോലി സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക്
നാട്ടിലോട്ട് പോയിട്ട് ആ ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നതാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് തന്നു വിടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വിസ അടിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അല്ലാണ്ട് ടൂറിസ്റ്റ് വിസയിൽ നമുക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതൊരു മെയിൻ കാര്യമാണ്. കാരണം നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ തായ്ലാൻഡിൽ. ഏകദേശം 60,000 തായ് ബാത്ത് ഫൈനും അതുപോലെ തന്നെ 3 വർഷം തടവുമാണ് അവർ പറയുന്നത്. അതായത് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മെയിൻലി ടൂറിസ്റ്റ് വിസയിൽ. ഇവിടെ ഒരുപാട് ഇന്ത്യൻസിനെ പിടിക്കുന്നുണ്ട്. നമ്മുടെ പട്ടായ, ചോൻപുരി ഏരിയയിലൊക്കെ ഇതുപോലെ ഇല്ലീഗലായിട്ട് എന്താ പറയുക വർക്ക് ചെയ്യുന്നവരൊക്കെ പിടിച്ച് ഇതുപോലെ ഫൈൻ അടുപ്പിച്ച് വിടുന്നുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെ വരാം ആ ഒരു ഓപ്ഷൻ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇവിടുത്തെ വരാനുള്ള മെയിൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നു. അതായത് ഇപ്പോൾ നിങ്ങളിവിടെ ഓൺലൈൻ ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് ആരെങ്കിലും റെഫർ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു ഇവിടെ ഒരു ജോലി കിട്ടുന്നു, ഇവിടെ ഒരു കമ്പനി നിങ്ങളെ എടുക്കുന്നു. അപ്പോൾ അവർ നിങ്ങൾക്ക് അവരുടെ ടാക്സ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾ ഇൻവൈറ്റ് ആയിട്ടുള്ള ലെറ്ററും ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ഇത്ര പേപ്പേഴ്സ്, അതായത് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലോട്ട് അയച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നു വിടും. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് നമ്മളിപ്പോൾ ഉള്ള വിസയിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് നാട്ടിലോട്ട് പോയിട്ട് ഈ പേപ്പേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ VFSലോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ തായ്ലാൻഡ് VFS പോയിട്ട് ചെന്നൈ VFSലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ VFSലോ പോയിട്ട് നമ്മളിത് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് നമുക്ക് 90 ദിവസത്തെ ഒരു സിംഗിൾ എൻട്രി നോ വിസ അടിച്ചു തരും. അതായത് നോൺ റെസിഡൻസ് വിസ അടിച്ചു തരും 90 ദിവസത്തെ. അപ്പോൾ ആ വിസ അടിച്ചതിന് ശേഷം നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വർക്ക് പെർമിറ്റ് ആയിട്ടില്ല. അപ്പോഴും നമ്മുടെ കയ്യിൽ 90 ദിവസത്തെ നോണോ വിസയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ഇവിടെ തായ്ലാൻഡിലോട്ട് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ എടുത്ത ആ ഒരു പെർട്ടിക്കുലർ കമ്പനി നിങ്ങളെയും കൊണ്ട് ഫസ്റ്റ് ലേബർ ഓഫീസിലോട്ട് പോകും. ലേബർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് 2 വർഷത്തെ വർക്ക് പെർമിറ്റ് അടിച്ചു തരും. ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് ഇവിടുത്തെ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊവിൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്പോർട്ട് പോലെ തന്നെ ഒരു ബുക്കാണ്, ഒരു ബ്ലൂ കളർ. ഇപ്പം ബാങ്കോക്ക് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു ഡിജിറ്റലായിട്ടുള്ള വർക്ക് പെർമിറ്റ് ആയിരിക്കും. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റ് പോകാം. ഇവിടെ ഒരു വയലും പ്രദേശമുണ്ട്, അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് സമാധാനമുണ്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ 90 ദിവസത്തെ ഈ ഒരു നോൺ റെസിഡൻസ് വിസയായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ലേബർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമ്മൾ വർക്ക് പെർമിറ്റ് എടുത്തരും 2 വർഷത്തെ. ആ ഒരു വർക്ക് പെർമിറ്റ് അടിച്ചതിന് ശേഷം അതുമായിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ എമിഗ്രേഷൻ ഓഫീസിലോട്ടാണ്. അവിടെ പോയിട്ട് നമുക്ക് 2 വർഷത്തെ വർക്ക് പെർമിറ്റാണ് ഇവിടെ അടിക്കുക. ഇവിടെ നമ്മുടെ ദുബായൊക്കെ പോലെ തന്നെ നമുക്ക് 2 years വിസയാണ് അടിക്കുക ഇവിടെ വർക്ക് പെർമിറ്റ് വിസ. അപ്പം നമുക്ക് സിംഗിൾ എൻട്രി വിസയാണ് വരുന്നതെങ്കിൽ ഏകദേശം 2000 ബാത്താണ് വരിക. 2000-ൻ്റെ അടുത്ത് ബാത്താണ് വരുന്നത് സിംഗിൾ എൻട്രിക്ക്. മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് ഏകദേശം 4000 സംതിങ് തായ് ബാത്തും വരും. സിംഗിൾ എൻട്രി വിസയിൽ എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം, എന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകാം. പക്ഷെ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതായത് നമുക്ക് ഒരു എക്സിറ്റ് മാത്രമേ നമുക്ക് സിംഗിൾ എൻട്രിയിൽ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഒരു 2000 ബാത്ത് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി കിട്ടും. അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രിയിലാണെങ്കിൽ നമുക്ക് എത്ര അൺലിമിറ്റഡാണ്, അതായത് നമുക്ക് എത്ര വേണമെങ്കിലും പോയി വരാം. അപ്പം ഇവിടെ നോർമൽ എല്ലാവരും മൾട്ടിപ്പിൾ എൻട്രി തന്നെയാണ് എടുക്കാറ്. ജെന്യൂനായിട്ട് എങ്ങനെ വരാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്താണോ ആ ഒരു പെർട്ടിക്കുലർ ജോലിനെ പറ്റിയിട്ട് തായ്ലാൻഡിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ജോബിൻ്റെ വാക്കൻസീസ് തായ്ലാൻഡിൽ ഉണ്ടോയെന്ന് ആദ്യം അറിയാം. ഇപ്പം ഞാനിപ്പോൾ എങ്ങനെ ഇവിടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൂൾ മേക്കിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഇവിടുത്തെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ഒരു 50% മലയാളികളും വർക്ക് ചെയ്യുന്നത് ടൂൾ മേക്കിംഗ് ഫീൽഡായിട്ടുള്ള ബന്ധമുള്ള കമ്പനികളാണ്. അതായത് ടൂൾ മേക്കേഴ്സായിട്ടും ടൂൾ ഡിസൈനേഴ്സായിട്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസൈനേഴ്സായിട്ടും അങ്ങനെയൊക്കെ ആ ഒരു നമ്മുടെ ഈ മേഖലയിൽ തന്നെ ആയിട്ടാണ് പലരും വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു വർക്ക് മേഖലയിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഹയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഇവിടെ എന്ത് ജോലിക്കാണ് കൂടുതൽ സാധ്യതകൾ, എന്ത് ജോലിയാണ് നമുക്ക് ഇന്ത്യൻസിന് ഇവിടെ ചെയ്യാൻ പറ്റിയ ജോലികളെന്ന്. ഇപ്പം ഞങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് ഉണ്ടല്ലോ ടൂൾ മേക്കിംഗ് ഫീൽഡ്.
അപ്പോൾ ഈ ജോലി ഇവിടെ നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഇപ്പം കുറവാണ്. ഒരു 2018 ആ ഒരു 2019 സമയത്തുള്ള ഒരുപാട് വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ്. കാരണം ഇവിടുത്തെ ഇപ്പം നിങ്ങൾക്കറിയാം, ഗ്ലോബലി ഇപ്പം ഒരുപാട് ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. അതായത് റിസഷനൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പം വേക്കൻസീസ് കുറവാണ്. പക്ഷേ ഒരു കാലത്ത് ഇവിടെ ഒരുപാട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ്, ഞങ്ങളുടെ ജൂനിയേഴ്സൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് ജോലി ചെയ്ത് ഇവിടുന്ന് ഇപ്പം ലേ ഓഫ് മേടിച്ച് പോയ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ഫീൽഡാണ്. അതായത് നമുക്കിവിടെ പല സ്കൂളുകളിലും ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഫോറിനേഴ്സാണ്. ഫോറിൻ ടീച്ചേഴ്സാണ് ഇവിടെ അധികം സ്കൂളുകളിലും ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യുന്നത്. കാരണം തായ്ലാൻഡുകാരുടെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാലോ, കുറച്ച് ബാക്ക്വേർഡാണ് അവർ ഇംഗ്ലീഷിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ടീച്ചേഴ്സായിട്ടും മറ്റ് പല സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സായിട്ടും അവർ പ്രിഫർ ചെയ്യുന്നത് ഫോറിൻ ടീച്ചേഴ്സാണ്. പക്ഷെ മെയിൻലി അവർ പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലുള്ള ആൾക്കാരായിരുന്നു. അതായത് ലൈക്ക് യൂറോപ്യൻസ്, US, അമേരിക്കൻസ്, അങ്ങനെയുള്ള കൺട്രീസിലാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും ഇന്ത്യൻസിനെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഭാര്യമാരൊക്കെ ഇവിടെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇവിടെ വേക്കൻസീസ് ഉണ്ട് ടീച്ചിങ് ഫീൽഡിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കിട്ടും ആ ഒരു ജോലി. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ചേട്ടാ മെഡിക്കൽ ഫീൽഡിലൂടെ വേക്കൻസി ഉണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നമുക്കിവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. കിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വൈഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ അവൾ നാട്ടിൽ നിന്ന് BPT ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കല്യാണം. അപ്പോൾ അവൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പം 2021 തൊട്ട് അവൾ ഇവിടെ ഉണ്ട്. ഞങ്ങളിവിടെ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിനും കയറി ഇറങ്ങിയതാണ്. കാരണം ഇവിടെ എടുക്കില്ല. ഇവിടെ നമുക്കൊരു മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യണമെങ്കിൽ ഇവിടുത്തെ സർട്ടിഫിക്കേഷനുള്ള കോഴ്സ് ചെയ്യണം. അതായത് ഒന്നിക്കൽ ഇവിടെ MBBS അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നഴ്സിംഗ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യണം. പിന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ട കോഴ്സുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടുന്ന് മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെഡിക്കൽ ഫീൽഡിലൊക്കെ കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പേഷ്യൻസായിട്ട് സംസാരിക്കണം, ഇടപഴകണം. ഇപ്പം എൻ്റെയൊക്കെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എന്താ പറയുക, ആൾക്കാരായിട്ട് ഇടപഴകേണ്ടി വരുന്നില്ല. അതായത് നമ്മൾ തായ്ക്കാരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. നമ്മൾ തായ്ക്കാരായിട്ട് ഇവിടുത്തെ ലോക്കൽസായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരേണ്ടി വരുന്നില്ല ഇപ്പം എൻ്റെ ഫീൽഡൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ്, ഇപ്പം നമ്മുടെയൊക്കെ ഫീൽഡിലൊക്കെ ഫോറിനേഴ്സ് പിടിച്ചിരിക്കുന്ന ഒരു ഒന്നാമത്തെ റീസൺ. മെഡിക്കൽ ഫീൽഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ആൾക്കാരായിട്ട് ഇവിടെയുള്ള ലോക്കൽസായിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടുത്തെ ലാംഗ്വേജ് മസ്റ്റാണ്. അപ്പോൾ നല്ല ഫ്ലുവൻ്റായിട്ട് തായ് പറയണമെങ്കിൽ തായ് പറയുമെങ്കിൽ മാത്രമാണ് ആ ഒരു മേഖലയിൽ നമുക്ക് ഇവിടുത്തെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരുപാട് 2-3 പെൺകുട്ടികൾ മെസ്സേജ് ചെയ്തായിരുന്നു. അതായത് ചേട്ടാ ഇവിടെ നേഴ്സിംഗ് കഴിഞ്ഞവർക്കിവിടെ ജോലി കിട്ടും. അപ്പോൾ ഞാൻ അവരോട് അന്നേ പറഞ്ഞായിരുന്നു, നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടൂല, ഇവിടെ കിട്ടാൻ കുറച്ച് പാടാണ് മെഡിക്കൽ ഫീൽഡിൽ. ബാക്കി വേറെ ഫീൽഡിലോട്ട് നോക്കുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറച്ച് സാധ്യതയുള്ള ഒരു സ്കോപ്പുള്ളൊരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT ഫീൽഡാണ്. കാരണം ഇവിടെ ഒരുപാട് ഇന്ത്യൻസ്, അതായത് നമ്മളെ മലയാളീസ് എനിക്കൊന്ന് കുറവാന്ന് തോന്നുന്നു IT ഫീൽഡിൽ. പക്ഷേ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നത് IT ഫീൽഡിലാണ് ഇവിടെ. ഇപ്പം എൻ്റെ ഫ്രണ്ട് കൗശിക് എന്നുണ്ട്, എന്താ പറയുക, ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട്, നമ്മുടെ TIB ഗ്രൂപ്പിലുള്ള നമ്മുടെ തായ്ലാൻഡ് ഇൻ്റർനാഷണൽ റൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് നമ്മുടെ TIB എന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരുപാട് പേര് എനിക്കൊന്ന് ഈ IT ഫീൽഡിലുള്ള അവരൊക്കെ വർക്ക് ചെയ്യുന്ന IT മേഖലയിലാണ്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ വന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരോട് ഇതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിച്ചു. അപ്പം അവനൊക്കെ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ HCL വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ ഡൽഹിയിൽ HCL ആയിരുന്നു വർക്ക് ചെയ്തോടുന്നത്. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് എന്താ പറയുക ട്രാൻസ്ഫർ വാങ്ങിയിട്ട് നമ്മൾ IT-ക്കാർ ഓൺസൈറ്റ് എടുത്തിട്ട് വരൂലേ, അതുപോലെ അവർ ഓൺസൈറ്റ് വാങ്ങിയിട്ട് ബാങ്കോക്കിലോട്ട് വന്നതാണ്. ഇപ്പോൾ അവനിവിടെ വന്നിട്ട് ഏകദേശം 8 വർഷത്തോളമായി. 2016 വന്നത്. അപ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം നല്ല സാലറി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഏകദേശം, അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്കിവിടെ ജോബ് വേക്കൻസീസ് ഉണ്ട്.
പിന്നെ അടുത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അധികം മെക്കാനിക്കൽ എൻജിനീയറിങ്, എൻജിനീയറിങ് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ MTech, BTech, അതുപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ വലിയ സ്കോപ്പ് എന്ന് പറയുന്നില്ല, അവിടെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ ഇപ്പം ചില കമ്പനിയിലൊക്കെ വെണ്ടർ ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ പ്രൊജക്റ്റിലൊക്കെ മലയാളികൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻസ് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളികൾ എന്നുള്ള ഇന്ത്യൻസ് ഒരുപാട് പേര് ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ, അതായത് വെണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വരുന്ന മേഖലകളുണ്ടല്ലോ, അതായത് ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്ന ചില ജോലികളുണ്ടല്ലോ, അങ്ങനെയുള്ള ജോബ് ഫീൽഡിലൊക്കെ നമുക്കിവിടെ വാക്കൻസീസ് ഉണ്ട്, ഇന്ത്യൻസിനും പ്രത്യേകിച്ച് ഫോറിനേഴ്സിനൊക്കെ. പിന്നെ ഇന്നാള് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ചേട്ടാ ഇവിടെ ഡ്രൈവേഴ്സിൻ്റെ വാക്കൻസി ഉണ്ടോ? ഡ്രൈവേഴ്സിൻ്റെ വാക്കൻസി നമുക്കിവിടെ ഒരിക്കലും കിട്ടില്ല. ഇവിടെ ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഒരു 80% ജോലികളും തായ് നാഷണൽസിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. അതായത് നമുക്ക് ഫോറിനേഴ്സിന് ആ ഒരു മേഖലകളിൽ നോക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഇവിടുത്തെ ഡ്രൈവിംഗ് ജോബ്സ് ഒരു കമ്പനിയിൽ നമ്മളെ ഇന്ത്യൻസിനെ ഡ്രൈവറായിട്ട് എടുക്കൂല. അതൊരു നമുക്ക് കിട്ടാത്തൊരു മേഖലയാണ് ഡ്രൈവിംഗ് ജോബ്സ്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു ജോലി സാധ്യതകളാണ് റെസ്റ്റോറൻറ്റുകൾ. അതായത് ഇന്ത്യൻസിൻ്റെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻസിൻ്റെ മാത്രമല്ല, ഒരുപാട് നമുക്ക് വലിയ വലിയ സ്റ്റാർ ഹോട്ടൽസൊക്കെ നമുക്കിവിടെ ഷെഫായിട്ടൊക്കെ ഇവിടെ ആൾക്കാർ വരുന്ന കാണുന്നുണ്ട്. മലയാളീസും അതുപോലെ തന്നെ ഇന്ത്യൻസൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഷെഫ്സായിട്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ഇത്രയും ദിവസം അന്വേഷിച്ചതിൽ എനിക്ക് കണ്ടെത്താൻ പറ്റിയ കുറച്ച് ജോലി സാധ്യതകളൊക്കെ. ഇപ്പം ചിലപ്പം പറയാൻ പറ്റില്ല, ഇപ്പം വേറെ പല ജോലികളുടെ ഇവിടെ ഒരുപാട് ഇന്ത്യൻസും മലയാളീസൊക്കെ ഉണ്ടാവും. പക്ഷേ അതിപ്പം എനിക്കറിയാവുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നത്, അതായത് എനിക്കറിയാവുന്ന ആളുകളോട് ഞാൻ ചോദിച്ചിട്ട് അവർക്ക് അവരുടെ അനുഭവങ്ങളും അവർക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് വന്ന മെസ്സേജിൻ്റെ ബേസിലും ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ചില കമ്പനികളൊക്കെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടും. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ബജാജിൻ്റെ ടെക്നീഷ്യന്മാരൊക്കെ, ഇപ്പം നമ്മുടെ ബാങ്കോക്കിലുള്ള ബജാജിൻ്റെ കമ്പനിയിലൊക്കെ ഓൾമോസ്റ്റ് കുറച്ച് പേരൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരൊക്കെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് എന്താ പറയുക കമ്പനി അസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതൊരു ഓപ്ഷനാണ്. ഇപ്പം ഞാൻ ഇന്നാൾ നമ്മുടെ ബാങ്കോക്ക് ലംബോർഗിനിയുടെ ഇവൻ്റ് നടക്കുമ്പം അവരുടെ വീഡിയോയിലൊരു മലയാളിനെ കണ്ടായിരുന്നു, ഒരു ബിനീഷ്, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ പുള്ളിയുടെ പ്രൊഫൈലിൽ കയറി പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളിയോട് ചോദിച്ചു, അതായത് എങ്ങനെയാണ് ഇവിടെ വന്നത്. പുള്ളി വർക്ക് ചെയ്ത ജദ്ദ ലംബോർഗിനിൽ, അതായത് സൗദി അറേബ്യയിലെ ജദ്ദയിലുള്ള ലംബോർഗിനി ഷോറൂമിലെ ടെക്നീഷ്യനായിരുന്നു പുള്ളി. അപ്പോൾ അവിടുത്തെ സീനിയർ ടെക്നീഷ്യനായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ ബാങ്കോക്ക് ലംബോർഗിനിയിൽ പുള്ളി ഇപ്പോൾ ഇവിടുത്തെ സീനിയർ ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അങ്ങുമിങ്ങായിട്ടുള്ള ചില നമ്മളറിയാത്ത മേഖലയിലും ഇവിടെ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ എല്ലായിടത്തും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ചിലർക്ക് ചിലപ്പോൾ നല്ലയിടത്ത് കിട്ടും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇന്ത്യൻസിനെ ഇവിടെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന ഒരു പെർട്ടിക്കുലർ ആ ഒരു സർക്കിളിലുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അവർക്കും അറിയുന്നതും അതുപോലെ തന്നെ ഞാൻ പരിചയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആ ഒരു അറിവാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ അപ്പോൾ ഞാനിപ്പോൾ നേരെ വീട്ടിൽ വന്ന് നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് ഇവിടുത്തെ എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഇവിടുത്തെ ലിവിങ് കോസ്റ്റ്, ഇവിടെ വീട്ടിനൊക്കെ എത്ര റെൻറ്റ് വരും, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ബേസിക് സാഹചര്യങ്ങൾ അങ്ങനെയെല്ലാം പറ്റിയിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല ചൂട് കാലാവസ്ഥയാണ് ഇപ്പം. അപ്പോൾ നമ്മുടെ ബൈക്കിൽ പോയിക്കൊണ്ടെങ്കിൽ ഗോപ്രോ ചൂടായിട്ട് ഓഫായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പോർഷനൊക്കെ കവർ ചെയ്തിട്ട് ഞാനൊരു സെക്കൻഡ് പാർട്ട് പോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, ബൈ.